ഗൈസ് എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ബ്രൈറ്റ്സ് ഗെയിമിംഗ് എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഗെയിം ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സ്വന്തം GTA 5 തന്നെയാണ്. നമ്മൾ GTA 5 ഒരു ബൈസൈക്കിൾ ഉപയോഗിച്ചിട്ട് 5 സ്റ്റാർ പോലീസിനെ രക്ഷപ്പെടല്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. അങ്ങനെ ഗൈസ് നമ്മളുടെ GTA 5 നമ്മളുടെ സ്വന്തം ഫ്രാങ്ക്ലിൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോൾ ഗൈസ് നമ്മളുടെ ഫ്രാങ്ക്ലിനെ വീട്ടിന്റെ പുറത്തിറക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളുടെ ചാലഞ്ച് പറയുന്ന പോലെ തന്നെ ആദ്യം നമുക്ക് നമ്മുടെ ചാലഞ്ചിനായിട്ട് ആവശ്യം നമ്മളുടെ ബൈസൈക്കിളാണ്. അതായിട്ട് നമുക്ക് ആദ്യം ബൈസൈക്കിൾ കൊണ്ടുവരാം. അങ്ങനെ ഗൈസ് നമ്മളുടെ സ്വന്തം നല്ല അടിപൊളി ചോപ്പ് ബൈസൈക്കിൾ കിട്ടിയിട്ടുണ്ട്. അടിപൊളിയാണ്, ആര് കണ്ടാലും പറയും പോ 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 വിട്ട വിട്ട. അപ്പോൾ ഗൈസ് നമ്മളുടെ ടാക്സിക്കാർ അതിൻ്റെ ഇടയ്ക്ക് കയറി ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോലീസിനെ വിളിച്ചു കൂട്ടാം. പോലീസാണല്ലോ നമ്മളുടെ മെയിൻ. അവൾ കഴിച്ചാൽ നമുക്ക് ആ ചങ്ങായി പോയിട്ട് ഒന്ന് നല്ല പെരടിക്കൊന്ന് കൂട്ടാം. സുഹൃത്തുക്കളെ, ജീവനുള്ള മനുഷ്യനാണ്, എത്ര അടിച്ചിട്ട് ചങ്ങായി മരിക്കില്ല എന്ന് പറയുന്നത്. നമുക്കത് അടുത്ത ആളെ പോയിട്ട് ഒന്ന് കൊടുക്കാം. എല്ലാരും അല വിളിക്കുകയാണ് ഗൈസ്, പക്ഷെ നമ്മൾ വിടൂല. നമ്മ 1 സ്റ്റാർ ആക്കി രക്ഷപ്പെടാനുള്ളതല്ലേ ഗൈസ്. ദേ പോലീസ് 1 സ്റ്റാർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ബൈക്ക് എടുത്ത് വേഗം രക്ഷപ്പെടാം. നമ്മളുടെ സൈക്കിളിലാണല്ലോ നമ്മളുടെ ഇന്നത്തെ കളി. അപ്പോൾ ഗൈസ് പോലീസിന് എവിടെ ഉള്ളേന്ന് വരെ വിവരം കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് രക്ഷപ്പെടാം. പോലീസ് ആ സൈഡിൽ എവിടെയൊക്കെയെല്ലാം അന്വേഷിച്ച് നടക്കുന്നു. തന്നെ പോലീസ് ഉണ്ട് ഗൈസ്. ചവിട്ട് ഫ്രാങ്ക്ലിനെ. ഫ്രാങ്ക്ലിൻ മെല്ലണ ചവിട്ടി കളിക്കുന്നത്. ഇത് പോലീസ് പിടിച്ചിട്ട് കൊണ്ടുപോകുന്ന പോലെ ഉണ്ട് ഗൈസ്. പോലീസ് പിന്നാലെ തന്നെ ഉണ്ട്, പക്ഷെ നമ്മളുടെ ഫ്രാങ്ക്ലിൻ വിടുന്നില്ല. ഏതൊക്കെ ഊട് വഴിയല്ല ഫ്രാങ്ക്ലിൻ അറിയാന്നാണ് പറയുന്നത്. ഫ്രാങ്ക്ലിൻ ഒരു ഉദ്യോഗം തന്നെ. പോലീസ് 4 ഭാഗവും ചുറ്റിയിരിക്കുകയാണ്. പോലീസ് നമുക്ക് വേണ്ടി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോലീസിനെ അറിയാം നമ്മൾ ആ ഭാഗത്ത് എവിടെ ഉണ്ട്, അതുകൊണ്ട് ആ ഭാഗം ചുറ്റിപ്പറ്റി കളിക്കുന്നത് പോലീസ്. പക്ഷെ പ്രശ്നമില്ല, നമ്മളെ ഫ്രാങ്ക്ലിൻ ഉണ്ട്, അമ്മ ഉണ്ട്, എന്താ പേടിക്കാനി ഗൈസ്. അപ്പോൾ നമ്മളുടെ 1 സ്റ്റാർ നമ്മൾ 1 സ്റ്റാർ വൃത്തിയാക്കി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2nd സ്റ്റാർ, അതായത് 2 സ്റ്റാറിൽ നമ്മളുടെ സൈക്കിൾ ഉപയോഗിച്ച് പോലീസിനെ രക്ഷപ്പെടാം. അങ്ങനെ ഗൈസ് നമ്മൾ 2nd സ്റ്റാർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫ്രാങ്ക്ലിൻ്റെയും സൈക്കിളിനെയും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്റ്റാർ കൊണ്ടാകാൻ മാത്രം മതി. അതിനായിട്ട് നമ്മളുടെ സൈക്കിളല്ല, അതായത് നമ്മളുടെ ആ ട്രക്കാരൊന്ന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് നമ്മളുടെ പണി കൊടുക്കാം. ഗൈസ് നമുക്ക് ഗൺസ് എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഒരു മിസൈലിട്ട് പൊട്ടിക്കാം. ഗൈസ് 1 സ്റ്റാർ ആയിട്ടുണ്ട്. ഇപ്പോൾ 2 സ്റ്റാർ ആകും. പോലീസ് വരാൻ തുടങ്ങും. ഗൈസ് ആരോ ആടുന്ന് വെടിവെക്കുന്നുണ്ട്. വേഗം രക്ഷപ്പെടാം. ഗൈസ് ആരോ നമ്മൾ ആടുന്ന് തന്നെ തീർക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ തീരൂല, രക്ഷപ്പെടൂ. ഗൈസ് പോലീസ് വന്നിട്ടില്ല. നമുക്ക് വേഗം പോലീസിനെ വിളിച്ചിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ 2 സ്റ്റാർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ രക്ഷപ്പെടാം. ഫ്രാങ്ക്ലിനെ സ്പീഡിൽ ഓടിക്കും. ഫ്രാങ്ക്ലിനെ ഫ്രാങ്ക്ലിൻ പണ്ട് നാട്ടിലൂട്ടി ഓടിച്ച് നടന്ന കാലമല്ലാന്ന് ഓർമ്മ ആകുന്നത് ഫ്രാങ്ക്ലിൻ മെല്ലാണ് ചവിട്ടി പോലീസൊന്നും ബാക്കിലുണ്ട് എന്നുള്ളൊരു വിചാരേ ഇല്ല. രക്ഷപ്പെട്ടാ മതിയേനു. ഓടിക്ക് ഫ്രാങ്ക്ലിനെ. ട്രെയിനെല്ലാം പോകുന്നുണ്ട്, പോലീസ് ആയി വരുന്നുണ്ട്. ഫ്രാങ്ക്ലിൻ വിട്ടുകൊടുക്കൂല, പക്ഷെ ഫ്രാങ്ക്ലിൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. ഐസേനെ നമ്മളെ പോലീസിന് ഓടിക്കല് കുറച്ച് പാട്. വെയിറ്റ് പോയി ഇരുട്ട് നമ്മളെ ഫ്രാങ്ക്ലിന് പേടിയാന്ന് അറിയില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ വല്ല തിരിക്കാൻ വേണ്ടി ഗൈസ്. അപ്പോൾ നമ്മളുടെ 2 സ്റ്റാർ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 3ാമത്തെ സ്റ്റാറിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അന്നെങ്കിലേ കളിക്കൊരു ഹരങ്ങുള്ളൂ.
അപ്പോൾ ഗൈസ് നമ്മൾ 3 സ്റ്റാർ ആക്കാൻ വേണ്ടി ഫ്രാങ്ക്ലിനെ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. പഴയ ആ ഭാഗ്യമുള്ള രാശിയുള്ള പച്ച ബൈക്ക് തന്നെയാണ്, പച്ച സൈക്കിൾ തന്നെയാണ്. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് ഇനി 3 സ്റ്റാർ ആക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം നോക്കെടുത്ത് പൊട്ടിക്കാം. ആ ചങ്ങായിക്ക് ആരാന്ന് അറിയില്ലാന്ന് തോന്നുന്നു. പോട്ട് ഭാവിയിൽ അറിയിക്കാം. ഇപ്പൊ നമുക്ക് ഇവനിക്കൊന്ന് കൊടുക്കാം. തീ ഓടിച്ച് വരിച്ചു. ഓട് ഓട് ഇറങ്ങി ഓട്. അയ്യോ തീയെല്ലാം മുട്ടിപ്പോ നമ്മൾ വരിക്കുന്ന പോലെ ഉണ്ട് ഗൈസ്. നമുക്ക് വേഗം കയറാം. 2 സ്റ്റാർ ആയിട്ടുണ്ട്. അതുപോലെ കുറെ എനിമീസും വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഓടിച്ചില്ലെങ്കിൽ അവർ നമ്മളെ ചാമ്പിക്കും ഗൈസ്. നമ്മളുടെ ഫ്രാങ്ക്ലി സ്പീഡ് ആക്കുന്നുണ്ട്, കാരണം 3 സ്റ്റാർ ആണ്. നമുക്ക് നമ്മളുടെ കോഡ് അടിച്ച് 3 സ്റ്റാർ ആക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് 3 സ്റ്റാർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം. ഫ്രാങ്ക്ലിൻ തളരുന്ന പോലെ ഉണ്ട്, പക്ഷെ തളരൂല. ഫ്രാങ്ക്ലിൻ ആരാമോ സ്പീഡ് 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 സ്പീഡ്. പോലീസ് അടുത്തൊന്നും കാണുന്നില്ല, പക്ഷെ എപ്പോഴാണോ ഹെലികോപ്റ്റർ തന്നെ വരുന്നുണ്ട്. ഹെലികോപ്റ്ററിനെ മുന്നിൽ പിടിച്ചാൽ പോലീസ് വണ്ടി തുരുതുരാ എത്തും. പക്ഷെ നമ്മളെ ഹെലികോപ്റ്റർ ഒന്നും പിടിക്കൂല, കളിക്കുന്നത് ഞാനല്ലേ. പക്ഷെ ഫ്രാങ്ക്ലിൻ സൈഡിലേക്ക് കയറ്റാം. പോലീസുകാർ വരില്ല എന്ന് തോന്നുന്നു. ഫ്രാങ്ക്ലിൻ ഈ വഴിയൊക്കെ നന്നായിട്ട് അറിയാം കേട്ടോ. പോലീസുകാർ ഇവിടെ എവിടെയില്ല. പോലീസുകാർ പക്ഷേ ഈ ലൈനിലൂടെ ഓടിച്ച് കളിക്കുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് നമ്മളെ തേടി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ബാക്കിലേ വല്ലടെ രക്ഷപ്പെടാൻ നോക്കാം. ഗൈസ് നമ്മളുടെ സ്റ്റാമിന തീർന്നെന്നാ പറയുന്നത്. ഫ്രാങ്ക്ലിൻ ഇനി ഇതേ സ്പീഡിൽ ഓടിച്ചാൽ ഫ്രാങ്ക്ലിൻ പറ്റും. ഗൈസ് നമ്മൾ 3 സ്റ്റാർ രക്ഷപ്പെട്ടു ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മളുടെ സൈക്കിൾ ഉപയോഗിച്ച്, സൈക്കിൾ മാത്രമല്ല കഴിവ് ഉപയോഗിച്ച് നമ്മുടെ 3 സ്റ്റാർ എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 4 സ്റ്റാറിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ് 2 ഉണ്ടെല്ലാം കൊണ്ട് ഫ്രാങ്ക്ലിൻ അങ്ങ് റെഡിയായി വന്നിട്ടുണ്ട് 4 സ്റ്റാർ ആക്കാൻ വേണ്ടി. അതിനായിട്ട് നമ്മളൊരു സിറ്റിയിലും ഇറങ്ങിയിട്ടുണ്ട്. ഇനി 2-3 കാർ നമുക്ക് മിസൈൽ വെച്ച് തകർക്കാം ഗൈസ്. അതിനായിട്ട് നല്ലൊരു മിസൈൽ നമുക്ക് എടുക്കാം. മിസൈൽ ഒരു ഉണ്ടേ ഉള്ളൂ, സാരല്ല നമ്മൊന്ന് കൊടുത്താൽ പോരാ. ഗൈസ് അപ്പോൾ മാലപ്പടക്കം പൊട്ടുന്ന പോലെയാണ് കാറെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചടപടാ പൊട്ടുന്നത്. അതിന് നമുക്ക് 2-3 ബഡി എടുത്ത് പൊട്ടിച്ചാൽ 3 സ്റ്റാർ 4 സ്റ്റാറിൽ പടപടേന്ന് വരും ഗൈസ്. 2 സ്റ്റാർ ആയിട്ടുണ്ട്. 3 സ്റ്റാർ എത്രയും പെട്ടെന്ന് ആക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചീറ്റ് കോഡ് അടിച്ചിട്ട് വീണ്ടും സ്റ്റാറുകളുടെ എണ്ണം കൂട്ടുകയാണ്. നിങ്ങൾക്കറിയാലോ സ്റ്റാറുകളുടെ എണ്ണം എനിക്ക് വണ്ടേ ഇഷ്ടമാണെന്ന്. അങ്ങനെ ഗൈസ് നമ്മൾ രക്ഷപ്പെടാൻ പോവുകയാണ് ഗൈസ്. 4 സ്റ്റാർ ആണ്, ചില്ലറ കളിയല്ല. പോലീസിന് പക്ഷേ നമ്മൾ എവിടെയുള്ളതെന്ന് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. ഓ എവിടെയെല്ലാം പ്രശ്നക്കാരുണ്ട്. പോലീസുകാർ എപ്പോൾ വേണമെങ്കിലും എത്താന്നുള്ള രീതിയിലാണ്. പോലീസ് വണ്ടി പോലീസ് വണ്ടി ഇതിലെല്ലാം. ഓ നോ ഗൈസ്, പോലീസുകാർക്ക് നമുക്ക് തിരിഞ്ഞ്, പോലീസുകാർ നമ്മൾ എവിടെയുള്ളതെന്ന് തിരിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിൽക്കാൻ അത്ര സേഫ് അല്ല. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. ഓ ഫ്രാങ്ക്ലിനെ നോക്കി ഓടിക്ക്. ഫ്രാങ്ക്ലിൻ ബോധം കെട്ട് കടക്കല്ല, അടിക്ക് ഫ്രാങ്ക്ലിനെ. സൈക്കിൾ എടുക്ക്. ഓ നോ ഗൈസ്, വേറെ സൈക്കിളെല്ലാം അതിൻ്റെ ഇടയ്ക്ക് എടുക്കേണ്ട അവസ്ഥയാണ്. ഇവിടെ സൈക്കിൾ ഒരു മഞ്ഞ സൈക്കിൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇതെടുത്ത് ഓടിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പോലീസുകാർ നമ്മളെ മണ്ണാക്കിലിട്ട് പൊട്ടിച്ചു തരും. ഹലോ ഗൈസ്, 3 സ്റ്റാർ വരെ നമ്മൾ വൃത്തിയിൽ കളിച്ചായിരുന്നു. പക്ഷെ 4 സ്റ്റാറിൽ ചെറിയൊരു പ്രശ്നം പറ്റി. നമ്മൾ ഏതോ പാലത്തിൻ്റെ ഇടക്ക്, ഇത് വഴി അറിയാത്ത ഇടത്തല്ലോ ഫ്രാങ്ക്ലിൻ കയറി അങ്ങ് കുടുങ്ങി. പക്ഷെ പ്രശ്നമില്ല, 5 സ്റ്റാർ ഉണ്ടല്ലോ, അതിലമ്മ ജയിക്കൂ. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി 5 സ്റ്റാറിലോട്ട് കിടക്കാം. അങ്ങനെ ഗൈസ് 5 സ്റ്റാർ ആക്കാൻ വേണ്ടി ഫ്രാങ്ക്ലിൻ വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് എണീച്ചു വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ നാട്ടിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അതിനായിട്ട് നമ്മളുടെ ഒരു സിൽവർ ബൈസൈക്കിൾ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രാങ്ക്ലിനെ കൊണ്ട് 2-3 ആൾക്കാരെ പെരക്കി അടിക്കാം. അപ്പോൾ ഗൈസ് നമ്മളുടെ തോക്കെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ വണ്ടിയും റെഡി വെച്ച് പൊട്ടിക്കാം. വണ്ടികളെല്ലാം പറ തുറതുറ ഓടിയെ നമ്മളെ പേടിച്ചിട്ട്. ഗൈസ് ഇനി നമുക്ക് ഇവിടെ നിന്നാൽ പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ ചീറ്റ് കോഡ് ആക്ടിവേറ്റ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടേണ്ടതായിട്ടുണ്ട്.
ഓ 5 സ്റ്റാർ 5 സ്റ്റാർ 5 സ്റ്റാർ. അങ്ങനെ ഗൈസ് നമ്മളുടെ ഏറ്റവും ലാസ്റ്റത്തെ ലെവൽ 5 സ്റ്റാർ ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് ഓടിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പോലീസുകാർ നമ്മൾ ഓടിക്കും. ഫ്രാങ്ക്ലിൻ നല്ല സ്പീഡിലാണ് ഓടുന്നത്. സ്പീഡിൽ ഓടിക്കും ഫ്രാങ്ക്ലിനെ. ഇവ 5 സ്റ്റാറിന് രക്ഷപ്പെട്ട. ഫ്രാങ്ക്ലിൻ പവറാന്നാ പറയുന്നത്. ഫ്രാങ്ക്ലിൻ അത്ര സ്പീഡിലാണ് ഓടിക്കുന്നത്. പോലീസുകാരൊന്നും ഫ്രാങ്ക്ലിൻ ഒരു വിഷയമായിട്ട് വരുന്നില്ല. പോലീസുകാർ കണ്ടിട്ടില്ല. സൈക്കിളിൽ ഓടിക്കുന്ന ഏതെങ്കിലും 5 സ്റ്റാർ കൊലയാളിനെ കണ്ടിട്ടുണ്ടാവും. അതാണ് നമ്മളുടെ ഫ്രാങ്ക്ലിൻ. അപ്പോൾ ഗൈസ് നമ്മൾ ഇത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. എല്ലാ പോലീസുകാരുണ്ട്. അതിലൂട്ടേ ഒരു പോലീസുകാരൻ പോകുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഫ്രാങ്ക്ലിന് ഓരോരോ ഊട് വഴികളിലൂടെ എല്ലാം കയറി ഇറങ്ങി പരിചയമുള്ള ഒരുത്തരായതുകൊണ്ട് പ്രശ്നമില്ല. ഫ്രാങ്ക്ലിൻ തളരുന്നുണ്ട് ഗായ്സ്. ഫ്രാങ്ക്ലിൻ ഓടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ പോലീസുകാർ തളർത്തു. ഇവിടെ ഒരു പോലീസ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ആ വഴി സേഫ് അല്ലാത്തറ ഗായ്സ്. ഫ്രാങ്ക്ലിൻ ഇടവഴികളിലൂടെ എല്ലാം കയറി നമ്മളുടെ പോലീസിനെ പണി കൊടുക്കുകയാണ്. 5 സ്റ്റാർ അത്ര പെട്ടെന്ന് പോകുന്ന പോലെ ഇല്ല ഗായ്സ്. നാട്ടിലോട്ട് ഇറങ്ങിയ പ്രശ്നമാണ്. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഹെൽത്ത് പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഹെൽത്ത് നോക്കുന്നത് അത്യാവശ്യമാണ്. ഫ്രാങ്ക്ലിനെ ഇനി ഇതേപോലെ ഇട്ട് ഓട്ടിച്ചാൽ ഫ്രാങ്ക്ലിൻ പോലീസിൻ്റെ വെടി കൊള്ളാണ്ട് തന്നെ മരിക്കും. എന്നിട്ട് നമുക്ക് കുറച്ചേരി പാലത്തിൻ്റെ അടിയിൽ പുല്ലിൻ്റെ ഇടയ്ക്ക് ഇരിക്കാം. ഫ്രാങ്ക്ലിൻ്റെ ജീവൻ റിസ്റ്റോർ ആകുന്നുണ്ട്. പ്രമാദം! 5 സ്റ്റാർ പോലീസിനെ നമ്മൾ വെറും ഒരു സൈക്കിൾ ഉപയോഗിച്ച് ഡിഫീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വിക്ടറി ഫ്രാങ്ക്ലിനും ഏറെക്കുറെ എനക്കും തരണോ, കാരണം ഫ്രാങ്ക്ലിനെ ഇത്ര അടിപൊളിയാക്കിയത് ഞാനല്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതായിരുന്നു നമ്മുടെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള GTA 5ൻ്റെ 5 സ്റ്റാർ പോലീസിനെ വെറും ഒരു സൈക്കിൾ ഉപയോഗിച്ച് പൊട്ടിക്കുന്ന വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നമ്മുടെ ബ്രൈറ്റ്സ് ഗെയിമിംഗ് എന്ന ഈ പുതിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുവഴി നമ്മുടെ ചാനൽ വൈറലാക്കാനും സഹായിക്കില്ലേ. അപ്പോൾ ബൈ.